നമുക്കൊപ്പം ഹണി റോസ് ചേരുകയാണ്. ഗുഡ് മോർണിംഗ് ഹണി റോസ്, വെൽ ഡൺ. ഇപ്പോൾ കസ്റ്റഡിയിലായിരിക്കുന്നു ബോബി. ആണ് മനസ്സിന് തോന്നുന്നത്. കാരണം നമുക്ക് അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു എന്താ പറയാ ഒരു ഭരണകൂടമുണ്ട്, അല്ലെങ്കിൽ ഒരു പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് എന്നൊക്കെ കൃത്യമായിട്ട് തെളിയിച്ച ഒരു നിമിഷമാണ്. എനിക്ക് അത്രയും സന്തോഷം നൽകുന്നു. കാരണം ഇവിടെ മുഖ്യമന്ത്രിയുടെ അടുത്ത് അദ്ദേഹത്തിന്റെ അടുത്തും സംസാരിക്കാൻ ഒരു അവസരം ഞാൻ ചോദിച്ചിരുന്നു. അത് എനിക്ക് ലഭിക്കുകയും ചെയ്തു. അദ്ദേഹത്തോട് എന്റെ ബുദ്ധിമുട്ടുകൾ ഞാൻ വ്യക്തമായി പറയുകയും ചെയ്തിരുന്നു. അദ്ദേഹം കൃത്യമായി വേണ്ട നടപടി സ്വീകരിക്കാമെന്ന് എനിക്ക് വാക്ക് തന്നിരുന്നു. അതേപോലെ തന്നെ DGP സാറിന്റെ അടുത്തും മറ്റ് പോലീസ് ഓഫീഷ്യൽസിന്റെ അടുത്തൊക്കെ ഞാൻ സംസാരിച്ചിരുന്നു. അവിടെ നിന്നൊക്കെ എനിക്ക് അത്രയും വലിയൊരു പിന്തുണ, കാരണം അങ്ങനെ ഒരു വിഷയമാണ് ഞാൻ മുന്നോട്ട് വെച്ചിരിക്കുന്നതെന്ന് അവർക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പൊ അതിന്റെയൊക്കെ ഭാഗമായി ഇന്ന് അറസ്റ്റ് രേഖപ്പെടുത്തി എന്ന് കേൾക്കുമ്പോൾ അത്രയും എനിക്ക് ഒരിക്കൽ സമാധാനമാണ്, സന്തോഷത്തിനപ്പുറം എനിക്കൊരു സമാധാനമാണ് കിട്ടുന്നത്. ഹണി റോസ്, ഈ ഒരു പോരാട്ടത്തിന് ഇറങ്ങുമ്പോൾ പ്രത്യേകിച്ചും ഇങ്ങനെ ഈ ഒരു പണക്കാരനായ ഒരാൾ, അയാൾക്ക് ഈ വഷളത്വം പറയാനുള്ള ഒരു ലൈസൻസ് ഉണ്ട് എന്ന് സമൂഹം ധരിച്ചു വെച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അതിനെതിരായ ഒരു പോരാട്ടമാണ്. ഇതിൽ എത്രത്തോളം പിന്തുണ കിട്ടുന്നുണ്ട് ഹണിക്ക് ഇപ്പോൾ? ാണ് ഞാൻ പോലും റിയലൈസ് ചെയ്യുന്നത്. ഇത്രയും ആളുകൾ അതിനെ ഒരു ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു ഈ ഒരു വിഷയത്തിൽ എന്നുള്ളത് ഞാൻ തന്നെ മനസ്സിലാക്കുന്നത് ഇപ്പോഴാണ്. അത്രയധികം ഒരു ഹ്യൂജ് സപ്പോർട്ടാണ് എനിക്ക് സമൂഹത്തിൽ നിന്നും കിട്ടുന്നത്. എന്റെ ഇൻഡസ്ട്രിയിൽ നിന്നായാലും അല്ലെങ്കിൽ മറ്റു മേഖലയിൽ നിന്നൊക്കെ ആയാലും ഒത്തിരി ആളുകൾ വിളിച്ചിട്ട് അല്ലെങ്കിൽ മെസ്സേജ് അയച്ചിട്ടൊക്കെ എന്റെ അടുത്ത് പറയുന്നു, ഇപ്പം നിങ്ങൾ ഈ എടുത്തൊരു ഡിസിഷൻ അത് നേരത്തെ നിങ്ങൾ ചെയ്യേണ്ടതായിരുന്നു എന്നാണ് ആളുകൾ പറയുന്നത്. നിങ്ങൾ ഇത്രയും വൈകിപ്പോയി എന്നുള്ളതിലുള്ള ഒരു ബുദ്ധിമുട്ടാണ് പല ആളുകൾ എന്നോട് പറയുന്നത്. തീർച്ചയായും എനിക്കും അത് തോന്നിയിട്ടുണ്ട്. കാരണം ഹണിയെ വെറുതെ ഇട്ട് കൊത്തി വലിക്കുന്നത് ഈ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഒരാവശ്യമില്ലാതെ ഒരാളുടെ വ്യക്തിപരമായ ചോയ്സാണ് എന്ത് വസ്ത്രം ധരിക്കണം, എങ്ങനെ പ്രത്യക്ഷപ്പെടണം എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ആ ഹണിയുടെ ആ വ്യക്തിപരമായ ചോയ്സിൽ പോലും ഇടപെട്ടുകൊണ്ട് മനഃപൂർവ്വം അപമാനിക്കുന്നതായി തോന്നിയിട്ടില്ല. അത്തരക്കാരെ കൂടി അകത്താക്കേണ്ടതല്ലേ? ഇതൊക്കെ ഒന്ന് അവസാനിപ്പിക്കേണ്ടേ? ഹണി ഒരു ക്രൂസൈഡറായി ഇറങ്ങുകയാണെങ്കിൽ അത് നടക്കുമെന്നാണ് തോന്നുന്നത്. അങ്ങനെ തന്നെ ഞാനും ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും ഇനിയും മുമ്പോട്ട് കംപ്ലൈന്റുകൾ ഉണ്ടാവും. നമുക്ക് അത് വഴിയെ ഫയൽ ചെയ്യാം എന്നുള്ള രീതിയിലാണ് അതിന്റെ എല്ലാ കാര്യങ്ങളും പ്രൊസീജിയേഴ്സ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡെഫിനറ്റ്ലി നമുക്ക് അതിനുള്ള ഒരു വലിയൊരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ട്. ഈ പിന്തുണയുണ്ട് എന്ന് പറയുമ്പോൾ ഒരു കാര്യം കൂടി ഹണി റോസ്, അതായത് ഈ പരാതിയിൽ നിന്ന് പിൻവാങ്ങണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് മാപ്പ് പറഞ്ഞുകൊണ്ടൊക്കെ നേരിട്ട് ബോബി ചെമ്മണ്ണൂർ വിളിച്ചോ? അദ്ദേഹം ഞങ്ങളുടെ മാധ്യമത്തിലൂടെ അദ്ദേഹം ഒരു മാപ്പ് പറഞ്ഞിരുന്നു, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചതെന്നൊക്കെ. അദ്ദേഹത്തിന് മാപ്പ് പറയണമായിരുന്നെങ്കിൽ ആദ്യം ഞാൻ അദ്ദേഹത്തിന്റെ ആ പ്രോഗ്രാം ചെയ്ത് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഈ മോശം കമന്റ്സുകൾ വന്നപ്പോൾ എനിക്കുണ്ടായ ബുദ്ധിമുട്ട് ഞാൻ മാനേജേഴ്സിന്റെ മുഖേന വിളിച്ച് അറിയിച്ചത് കാര്യമാണ് അദ്ദേഹത്തോട്. അന്നേരം ആ സമയം അദ്ദേഹത്തിന് പറയാമായിരുന്നു. അദ്ദേഹം അത് ചെയ്തില്ല. അത് കഴിഞ്ഞ് ഇദ്ദേഹത്തിന്റെ പ്രോഗ്രാമിന് എന്നെ വിളിച്ചപ്പോഴും ഞാൻ അത് ചെയ്യില്ല, അതിന്റെ റീസൺ ഇതാണ്, എനിക്ക് ഇത്രയും മാനസികമായ ബുദ്ധിമുട്ട് എനിക്കും എന്റെ കുടുംബത്തിനും ഉണ്ടായി എന്ന് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു. അപ്പോഴും അദ്ദേഹം ചെയ്തില്ല. വീണ്ടും അദ്ദേഹം ഇത് റിപ്പീറ്റ് ചെയ്യായിരുന്നു ചെയ്തത്. അപ്പൊ അതൊരു ചാനലിൽ വന്ന് ഖേദം പ്രകടിപ്പിച്ചത് കൊണ്ട് എനിക്കോ എന്റെ കുടുംബത്തിനോ ഉണ്ടായ ബുദ്ധിമുട്ട് മാറുമെന്ന് എനിക്ക് ഒരിക്കലും ചിന്തിക്കാൻ കഴിയില്ല. അപ്പോൾ ആ മാപ്പ് സ്വീകരിക്കുന്നില്ല ഹണി? ഇല്ല. ഞാനൊരു കേസുമായിട്ട് മുമ്പോട്ട് പോയി. അത് അത്രയും നമ്മളൊരു കേസ് കൊടുത്ത് മുമ്പോട്ട് പോകണം എന്നുണ്ടെങ്കിൽ നമ്മുടെ എഫേർട്ടും നമ്മുടെ ടൈമും നമ്മുടെ ഇമോഷണലി ഒക്കെ നമ്മൾ അത്രയും ഇൻവോൾവ് ആയിട്ടാണ് അത് ചെയ്യുന്നത്. ഒരു ചെറിയ പ്രോസസ്സേ അല്ല ഇതൊന്നും. അപ്പൊ അതിലേക്ക് എന്നെ കൊണ്ടുപോയി ഡ്രാഗ് ചെയ്തിട്ട ഒരു വ്യക്തിയാണ് അദ്ദേഹം. വ്യക്തിയും അതിൽ സമൂഹത്തിൽ നിൽക്കുന്ന സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെയുള്ള അദ്ദേഹത്തിന്റെ അതേ മനോനിലയുള്ള കുറെ ആളുകളും അതിന് ഉത്തരവാദികളാണ്. അപ്പൊ അതിനെയുള്ള ബാക്കി കാര്യങ്ങൾ നിയമത്തിന്റെ വഴിയെ തന്നെ പോകുള്ളൂ. അതായത് കുറേ പേരുടെ, അതായത് അനുകൂലിച്ചും പ്രതികൂലിച്ചുമുള്ള കമന്റുകൾ വരുന്നുണ്ട്. അതോടൊപ്പം പ്രധാനപ്പെട്ട ഒരു കമന്റ് വന്നത് ഷഹാമിൽ എന്ന് പറയുന്നയാൾ, ഏത് കൊമ്പനെയും തളയ്ക്കാൻ ഇവിടെ ഒരു സർക്കാരുണ്ട് എന്ന് പറയുന്നു. അതേസമയം മറ്റൊരാൾ തൊട്ടടുത്ത് വന്ന് കമന്റ് ചെയ്യുന്നത് ബോച്ചയെ പിന്തുണയ്ക്കൂ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ ഈ ഒരു പിന്തുണയ്ക്കുന്ന കമന്റുകൾ കൂടുതലായി വരുമ്പോൾ ഹണി ഒട്ടും ധൈര്യം ചോർന്നു പോകരുത് എന്നുള്ളതാണ് എനിക്ക് ഹണിയോട് വ്യക്തിപരമായി പറയാനുള്ളത്. എന്റെ ധൈര്യം ഇപ്പോഴാണ് ഞാൻ തന്നെ റിയലൈസ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഒരു സന്തോഷത്തിലാണ് ഞാൻ ഒരു പേഴ്സൺ എന്നുള്ള രീതിയിൽ ഞാനും ഇപ്പൊ അതിന്റെ ഒരു എന്താ പറയുക ഒരു റെവല്യൂഷനിലൂടെ കടന്നു പോവാണ്. അപ്പം ഡെഫിനറ്റ്ലി അങ്ങനെ ഒരു കാര്യത്തിലും പേടിച്ചു മാറുന്ന ഒരാളല്ല. ഓക്കെ ഹണി, അപ്പോൾ ഗോ ഹെഡ്. ഈ പോരാട്ടത്തിന് എല്ലാ പിന്തുണയും ഹണി റോസ്.